ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാനൊരു ഹെൽത്തി സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബീഫ് ബോൺ സൂപ്പാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 2 കിലോ ബീഫിൻ്റെ എല്ല് മാത്രമായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ബീഫിൻ്റെ എല്ല് ഒരു 2 കിലോ വാങ്ങിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി കുക്കറിൽ ആക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് കൈകാല് കടച്ചിലിനും വേദനയ്ക്കും ഒക്കെ വളരെ നല്ലതാണ്. കൈവേദനയ്ക്കും കാലുവേദനയ്ക്കൊക്കെ വളരെ നല്ലതാണ് ഈ സൂപ്പ്. അപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയുടെ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ ഒരു മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ നമ്മുടെ സൂപ്പിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സാധാരണ കുട്ടികൾക്കൊക്കെ സൂപ്പ് കുടിക്കാൻ വളരെ മടിയായിരിക്കുള്ളൂ. അപ്പോൾ ഈ ചിക്കൻ ക്യൂബും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ സൂപ്പിന്. ഇനി ഇത് മൂടി വെച്ച് ഒരു 6 വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം 1 വിസിൽ വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ 6 വിസിൽ വന്നതിന് ശേഷം വേണം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാനായിട്ട്. ഇത് 6 വിസിൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സൂപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ആ എല്ലിനകത്തുള്ള മജ്ജയൊക്കെ ശരിക്കും പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആ സൂപ്പിലേക്ക് ആ ഗുണങ്ങൾ മുഴുവൻ കിട്ടുള്ളൂ. ഞാൻ നേരത്തെ തന്നെ ഓഫ് ചെയ്ത് വെച്ച് സൂപ്പ് ചൂടാറിപ്പോയിട്ടുമുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ചീനിച്ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യുടെ അളവ് അത്രയും ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചാണെങ്കിലും ചേർത്താൽ മതി. കാര്യം ഈ സൂപ്പിന് തന്നെ ഈ എല്ലിന് ശരിക്കും പറഞ്ഞാൽ നല്ല നെയ്യ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പുറത്ത് അധികം നെയ്യുടെ ആവശ്യമില്ല. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേ ശരിക്കും ആ ഒരു നല്ലൊരു ടെക്സ്ചർ നമ്മുടെ സൂപ്പിന് കിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ഒരുവിധം നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ചെറിയുള്ളി വഴറ്റിയത് നമുക്ക് ഈ സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം ഈ സൂപ്പ് നമുക്കൊന്നുകൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇത് കുറച്ച് ലിക്വിഡ് ടൈപ്പായിട്ടാണ് സൂപ്പ്, അല്ലെങ്കിലും ഇപ്പോൾ ഒരുപാട് തിന്നായിപ്പോവും. അപ്പോൾ ഇതൊരു ഇച്ചിരി ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടി നമുക്കൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കട്ടയൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സൂപ്പിന് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഈ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സൂപ്പ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ കോൺഫ്ലോർ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഈ സൂപ്പ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നല്ല തിക്കായിട്ടുള്ള സൂപ്പ് നമുക്ക് തയ്യാറായി കിട്ടും. നമ്മുടെ സൂപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ശരീരത്തുണ്ടാകുന്ന കൈകാൽ വേദനകൾക്കെല്ലാം വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണിത്. കുട്ടികൾക്ക് എല്ലിനൊക്കെ നല്ല ബലം കിട്ടാൻ വേണ്ടിയൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.